Hello, welcome back to my channel and I'm your Nimsha Davis. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു പ്രീ പ്രോസസ്സിങ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടേം ഫ്രീക്വൻസി. നമ്മുടെ നമ്മളുടെ ഡോക്യുമെന്റിലുള്ള ഓരോ വേർഡ്സിന്റെ ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനവിടെ ഒരു കൗണ്ടർ ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫ്രം കളക്ഷൻസ് ഇമ്പോർട്ട് കൗണ്ടർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോർപ്പസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സെന്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡോട്ട് സ്പ്ലിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ലിസ്റ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. സ്പ്ലിറ്റ് ഫംഗ്ഷൻ വഴി നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് എന്തായിരിക്കും, ഒരു ലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു കൗണ്ടർ ഫംഗ്ഷനിലോട്ട് നേരിട്ട് ആ ലിസ്റ്റിനെ പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും, നമുക്കതിൻ്റെ കൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ടാവും. ആപ്പിൾ 3, ഓറഞ്ച് 2, ബനാന 1 എന്ന് പറഞ്ഞിട്ടൊരു കൗണ്ട് പോലെ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ടായിരിക്കും. ഫൈൻ. ഇനി ഇതേ സെയിം തന്നെ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, ഈ കൗണ്ടർ ഫംഗ്ഷൻ പോലെ തന്നെ. ഓക്കെ, കൗണ്ടർ ഫംഗ്ഷൻ തന്നെ അതിൽ യൂസ് ചെയ്യാൻ പറ്റും. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഈ നൗണ്, ആഡ്വർബ്, പ്രൊനൗൺ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, POS ടാഗിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ്, POS ടാഗ് എന്താണെന്ന് അറിയാത്തവർ ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് പഠിക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇത് എവിടെ നിന്ന് കിട്ടുക, നിങ്ങൾ എറർ വരുമ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ, ഫസ്റ്റത്തെ ടൈമൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ ഇത് മനസ്സിലാവും ഇങ്ങനൊരു വിധത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത്, ആ ടാഗർ. ഓക്കെ, പിന്നെ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, ഞാനിവിടെ എൻ്റെ ആ ഒരു ടെക്സ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻ. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്താണ്, സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. അതിന് പകരം നമ്മളിവിടെ ടോക്കണൈസ് യൂസ് ചെയ്യണം. അവിടെ സ്പ്ലിറ്റ് ചെയ്തു, അത് ആ മെത്തേഡ്. ഈ മെത്തേഡിൽ എന്ത് ചെയ്യണം, നമ്മൾ ടോക്കണൈസ് ആക്കണം, ഓരോ വേർഡിനും ടോക്കൺസ് ആക്കണം. ഓക്കെ, ആ ടോക്കൺസിന് എന്ത് ചെയ്യുന്നു, ടാഗ് ആക്കുന്നു, POS ടാഗുകളായിട്ട് മാറ്റണം. നൗണ്, വെർബ് അങ്ങനത്തെ ഇതിലോട്ട് മാറ്റണം. എന്നിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൗണ്ടർ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നമുക്കത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ദേ ഓരോ POS ടാഗിൻ്റെയും കൗണ്ട് നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഫൈൻ. അപ്പോൾ നമ്മൾ എന്താ നോക്കിയതെന്ന്, ഒരു ടേം ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ POS ടാഗിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ രണ്ട് പ്രോഗ്രാമിൽ നോക്കിയത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഇനി പിന്നെ അടുത്തൊരിതായിട്ട് വരാൻ നമുക്ക് റാൻഡം ആയിട്ട് വേർഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം തന്നെ റാൻഡമും സ്ട്രിങ്ങും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്ത് നോക്കുന്നത്. അതിൻ്റെ ലെങ്ത്, ആ വേർഡിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് നമ്മൾ ആ ഫംഗ്ഷനിൽ പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ആൽഫബറ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ആൽഫബറ്റിൻ്റെ ഏതെങ്കിലും ആൽഫബറ്റ് റാൻഡം ആയിട്ട് എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് അതിന് ജോയിൻ ചെയ്യിപ്പിക്കും. ഇപ്പം എനിക്ക് 5 ക്യാരക്ടർ ഉള്ളതാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്ത് നോക്കുന്നത്, 5 എന്ന് കൊടുത്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റാൻഡം ഡോട്ട് ചോയ്സസ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും, റാൻഡം ആയിട്ട് ഇതിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അതിനെ ലോവർ കേസിലോട്ട്, നമ്മൾ ആസ്കി ലോവർ കേസിലോട്ട് മാറ്റി, പിന്നെ ആ ലെങ്ത് ഞാൻ ഇവിടെ പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, ആ റാൻഡം വേർഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തില്ലേ, അതിനിവിടെ കോൾ ചെയ്തു. ഓക്കെ, അപ്പം എന്ത് വരും, നമ്മളത് ഓരോ തവണ റൺ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്, മീനിങ് ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു വേർഡ് റാൻഡം ആയിട്ട് ഒരു 5 ക്യാരക്ടർ വേർഡിനെ ജനറേറ്റ് ചെയ്യുന്നു. റാൻഡം ആയിട്ട് 5 ലെറ്റർ എടുക്കും, അതിനെല്ലാം കൂടിയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫൈൻ. സോ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നുണ്ടായിരിക്കാം മാർക്കോവ് ചെയിൻ വേർഡ് ജനറേറ്റർ ആണ്. ഞാനത് കോഡ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ഞാൻ എത്ര എത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇപ്പം തന്നെ ഒരു ഒത്തിരി ലേറ്റായി പോയി, അപ്പോൾ എനിക്കതിന് വർക്കിനൊക്കെ കയറണം, അപ്പോൾ കിടന്നുറങ്ങേണ്ട ടൈമായി. അപ്പോൾ ഈ ഒരു 3 പ്രോഗ്രാം, 3 അല്ല 4 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ഈ പ്രീ പ്രോസസ്സിങ്ങും, പിന്നെന്താ ടേം ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണതും, POS ടാഗിൻ്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണതും, റാൻഡം വേർഡ് ജനറേറ്ററും, ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കി നോക്കുന്നത്. ഫൈൻ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ആ ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ, അവിടുത്തെ ആ ഒരു വീഡിയോയും കൂടി വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ബാക്കിയുള്ളത് നമുക്കിനി നാളെ കാണാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ.
താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ. പോകുന്നതിന് മുൻപ് ലൈക്കും കമൻറ്റും മസ്റ്റ് ആണ് കേട്ടോ. കമൻറ്റ് ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തില്ല. ചുമ്മാ പറഞ്ഞതാണേ. ബൈ.